ഈ ഒരു ഫോട്ടോ വരച്ച് പോസ്റ്റ് ചെയ്ത സമയത്ത് പലർക്കും ഒരു സംശയമുണ്ടായി. ഞാൻ വരച്ച ഫോട്ടോയും ഈ ഒരു കണ്ണൻ്റെ ഫോട്ടോയും തമ്മിൽ ഫേസിന് ഒരുപാട് മാറ്റമുണ്ട്. ഇത് രണ്ട് വ്യക്തികൾ വരയ്ക്കുന്ന ഫോട്ടോ ആണ് എന്നുള്ളതാണ് എൻ്റെ ഫോട്ടോനെ പറ്റി അടുത്ത ഗോസിപ്പ്. ആ ഒരു ഗോസിപ്പ് പലരും തെറ്റിദ്ധരിച്ചതിൽ ഒരു ന്യായമുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഇതിൻ്റെ വിശദീകരണം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ചാനലിൻ്റെ പേര് കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നാണ്. അപ്പം അത് കാണാൻ പോകാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുതായിട്ട് പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഞാൻ അക്രലിക് ഷീറ്റിൻ്റെ അകത്ത് വരച്ചതാണ്. ഷീറ്റിൻ്റെ അകത്ത് വരയ്ക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ണും മൂക്കൊന്നും ഫിനിഷ് ചെയ്ത് ഇടാൻ പറ്റൂല. ഒരു തരം പേസ്റ്റ് കൊണ്ടാണ് വരയ്ക്കുന്നത്. അപ്പം ഈ ഒരു ഫോട്ടോയിൽ ട്വിസ്റ്റ് എന്താണ് കിടക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഈ ഫോട്ടോയും ഉള്ളത്. പക്ഷെ അക്രലിക് ഷീറ്റിൻ്റെ അകത്ത് വരച്ച് അത് മറ്റൊരാളുടെ കയ്യിലേക്ക് എത്തുമ്പോഴേക്ക് ദേ ഇങ്ങനെയാണ് വരിക. അപ്പോൾ കണ്ണൻ്റെ ഫേസ് എത്ര പെട്ടെന്നാണ് മാറിയത്. ഈ ഒരു ഫോട്ടോയും തമ്മിലുള്ള മാറ്റം നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഓപ്പോസിറ്റ് സൈഡാണ് കണ്ണൻ്റെ ഫോട്ടോ വരുന്നത്. അതേപോലെ യൂട്യൂബിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. അതേപോലെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ. എൻ്റെ സിഗ്നേച്ചർ ഞാൻ അതിൽ കൊടുക്കാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ JS എന്നാണ് കൊടുക്കാറ്. ഞാൻ ജെ എഴുതൽ ഇങ്ങനെയാണ്, JS എന്ന്. 2024 എന്നുള്ളത് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ എഴുതണം, തല തിരിച്ചിട്ട് എഴുതണം. തല തിരിച്ചിട്ട് ഇതേ JS 2024 എന്നുള്ളത് എഴുതിയത് നോക്കിയോ, അത് ശരിക്കും വരിക ഇങ്ങനെയാണ്. ആ ഒരു സംശയം നിങ്ങളിൽ വന്നപ്പം അതിലൊരു കഴമ്പുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് വിശദീകരണം തന്നതാണ്.